നമസ്കാരം. ഇപ്പോൾ ലഭിക്കുന്ന ദുഃഖകരമായൊരു വാർത്ത ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ നായകൻ ധർമ്മേന്ദ്ര അന്തരിച്ചു എന്നുള്ളതാണ്. 89 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. മുംബൈയിലായിരുന്നു അന്ത്യം. പല ദിവസങ്ങൾക്ക് മുമ്പ് ധർമ്മേന്ദ്ര അന്തരിച്ചതായി വാർത്തകൾ പ്രചരിച്ചിരുന്നു എങ്കിലും പിന്നീട് കുടുംബാംഗങ്ങൾ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. ധർമ്മേന്ദ്ര ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പിന്നീട് അങ്ങോട്ട് വിശദമായ വിവരങ്ങളൊന്നും തന്നെ പുറത്ത് വന്നിരുന്നില്ല. ഏതായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതിഹാസ നായകൻ തന്നെയാണ് ധർമ്മേന്ദ്ര. 60കളിലും 70കളിലും 80കളിലും തുടക്കത്തിലുമൊക്കെ തന്നെ അദ്ദേഹം നായകനായി അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളായി മാറിയിരുന്നു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച ഷോലെ എന്ന ചിത്രത്തിലെ നായകന്മാരിൽ ഒരാൾ ധർമ്മേന്ദ്രയായിരുന്നു, മറ്റേത് അമിതാഭ് ബച്ചനുമായിരുന്നു. ഏതായാലും ധർമ്മേന്ദ്രയെക്കുറിച്ച് പറയുമ്പോൾ വലിയൊരു തലമുറയെ തന്നെ സ്വാധീനിച്ച ശേഷമാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. 70കളിലും 60കളിലും 70കളിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ലോകമെമ്പാടും ധാരാളം ആരാധകർ ഉണ്ടായിരുന്നു. പ്രശസ്ത താരം ഹേമമാലിനി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. നടന്മാരായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, താരമായ ഇഷ ഡിയോൾ എന്നിവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളാണ്. പല ബോളിവുഡ് നായകന്മാരെയും പോലെ ധർമ്മേന്ദ്രയും രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയിരുന്നു. അദ്ദേഹം ഒരു തവണ ലോക്സഭാംഗമായിരുന്നിട്ടുണ്ട്. ഹിന്ദി സിനിമയിൽ എക്കാലത്തും പുരുഷത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ധർമ്മേന്ദ്രയെ എക്കാലത്തും എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹം വളരെ മുതിർന്നതിന് ശേഷം, അത് വളരെ പ്രായമായതിനു ശേഷം പോലും തൻ്റെ ശരീര സൗന്ദര്യം നിലനിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം അങ്ങേറ്റം ബദ്ധശ്രദ്ധനായിരുന്നു. രാജ്യം അദ്ദേഹത്തിന് പത്മ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു ധർമ്മേന്ദ്ര. അതേ ആക്ഷൻ സിനിമകളിലും സാധാരണ ചിത്രങ്ങളിലുമൊക്കെ തന്നെ ഒരുപോലെ അഭിനയിച്ചിരുന്ന ഒരു നടനാണ്. ധർമ്മേന്ദ്രയുടെ ആക്ഷൻ ചിത്രങ്ങൾ അക്കാലത്ത് ഇന്ത്യൻ സിനിമയിൽ വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെയാണ് സൃഷ്ടിച്ചത്. സ്റ്റണ്ട് രംഗങ്ങളിലാണെങ്കിലും ഗാനരംഗങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ തൻ്റേതായ ഒരു പ്രത്യേക ഭംഗി, തൻ്റെതായ ഒരു സ്റ്റൈല് നിലനിർത്താൻ അദ്ദേഹം എക്കാലത്തും ശ്രദ്ധിച്ചിരുന്നു. ഏതായാലും ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയാണ് ധർമ്മേന്ദ്രയുടെ ഈ ഒരു വിടവാങ്ങൽ.